ഒരുവിധ ആമുഖവുമില്ലാതെ അൻവറിൻ്റെ രാഷ്ട്രീയ മേഖലയിലെ സത്യസന്ധതയും ദീർഘവീക്ഷണവും അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും ഞങ്ങൾ എതിർത്ത് മത്സരിച്ചിട്ടുണ്ട്. ആ നിശ്ചയദാർഢ്യത്തെ പറ്റിയും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ചുമെല്ലാം നിങ്ങളെപ്പോലെ അറിയുന്ന ഒരാളാണ്. ഇവിടെ ഗൗരവമായി അദ്ദേഹത്തെപ്പറ്റി പറയുന്ന സമയത്ത് മറ്റൊരു ഡൈമെൻഷനിൽ കാണേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ക്വാളിറ്റിയുള്ള ആളുകളുണ്ട്. അവരെ ആരെയും ഞാൻ താഴ്ത്തി പറയുന്നില്ല. പക്ഷേ അതിലൊരു കാറ്റഗറിയുണ്ട്, ഫ്രീ ആൻഡ് ഫിയർലെസ്, സ്വതന്ത്രമായ ചിന്തയും ഭയപ്പാടില്ലാത്ത സമീപനവും. ഈ രണ്ട് ക്വാളിറ്റി ഇവിടെ മനുഷ്യാവതാരമായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹം പേടിക്കില്ല. അൻവർ പേടിക്കുന്ന പ്രശ്നമേ ഇരിക്കുന്നില്ല. രണ്ടാമതൊരു കാര്യം, ഇന്ന് കേരളം CPMൻ്റെ കീഴിൽ തന്നെയുള്ള ആളുകൾ ചിന്തിക്കുന്ന ചിന്ത ഒരു താത്വികമായൊരു സ്ഫോടനം ഇവിടെ CPMൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നോക്കിക്കണ്ട വ്യക്തിയാണ് അദ്ദേഹം. അന്നങ്ങനെ ഒരു നിലപാടെടുക്കാൻ പലരും പേടിച്ചു. CPMന് ചൊടിയുണ്ടാക്കുന്ന പ്രതികാരവാഞ്ച സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തെ ഭയപ്പാടോട് കിട്ടുന്ന കാലം വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് സത്യം തുറന്നു പിടിക്കാൻ തയ്യാറായിട്ടുള്ള അദ്ദേഹത്തെ സന്തോഷപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. അത്തരമൊരു സമീപന രീതി എടുത്തു. ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. CPMൽ ശ്വാസം മുട്ടി കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തങ്ങളുടെ ദുഃഖം പ്രകടിപ്പിക്കാൻ കഴിയാതെ പേടിച്ച് വിറച്ച് കഴിഞ്ഞുകൂടുന്ന കുറേ ആളുകൾ. എന്നാൽ ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളം കണ്ടത് എന്താണ്? പക്ഷെ അൻവറിനെ പോലുള്ള ചില സ്നേഹിതർ നമ്മളെ കാണിച്ച വഴികൾ, ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ കൊള്ളാം എന്ന് CPMലെ നേതാക്കന്മാർ പരസ്യമായി കാണിച്ച കാലഘട്ടമാണിത്. NV ഗോവിന്ദനാവട്ടെ, TK ഗോവിന്ദനാവട്ടെ, ആയിഷ പൊറ്റി ആവട്ടെ. ആയിഷ പൊറ്റിയൊക്കെ ഒരു കാലഘട്ടത്തിൽ ജ്വലിച്ചു നിന്ന ആളുകളായിരുന്നു, നമുക്കറിയാവുന്ന കാര്യമാണ്. മുൻ MLA രാജേന്ദ്രൻ പോയി അപ്പുറത്ത് BJPയിൽ ചേർന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പാലക്കാട് ശശിയുടെ കാര്യം, മുഖ്യമന്ത്രിയുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ശശി, സുരേഷ്, അതുപോലെ പലരും. അവസാനമായി ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ പ്രിയങ്കനായ മുൻ മന്ത്രി സുധാകരൻ. ഇവരെല്ലാം എന്തുകൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്? ഞങ്ങൾ നിങ്ങളെ കൂടെ ഇല്ല എന്നവരെ പറയാൻ പ്രേരിപ്പിച്ച വികാരം എന്താണ്? ഇദ്ദേഹത്തെ പോലുള്ള ദിഷാശാലികൾ ധീരമായി മുന്നോട്ട് പോയതിന് ചുവടുവെപ്പിലാണ് അവർ മുന്നോട്ട് വന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ ആളുകൾ CPMനോട് വിട പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടിട്ടില്ല. അടിസ്ഥാനപരമായ പല കാര്യങ്ങളുണ്ട്. ഞാൻ എനിക്കൊന്നും തന്നെ കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. CPMനൊരു കൾച്ചറുണ്ട്, CPM അല്ലാത്തവർക്ക് കൾച്ചറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ശബ്ദമാണ് ഇന്നലെ നമ്മൾ കേട്ടത്. നമ്മുടെ ഏറ്റവും പ്രിയങ്കനായ MP MK രാഘവൻ വരുന്നു. സന്തോഷകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ സുധാകരൻ? ഞങ്ങൾ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ ഒരു മിനിസ്ട്രിയിൽ ഒരു അസംബ്ലിയിലുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വളരെ കൾച്ചേർഡായിട്ടൊരു വ്യക്തിയാണ്. നല്ല കാഴ്ചപ്പാടുള്ളവനാണ്. ആരോടും പ്രകോപനമില്ലാതെ സംസാരിക്കുന്ന ബെസ്റ്റ് മിനിസ്റ്ററായിരുന്നു മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും നല്ല പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിരുന്ന ജോലി
പെയിൻ്റ് അടിക്കുന്ന ജോലി മാത്രമല്ല, ഇവിടെ ചിലർ റീപെയിൻ്റ് അടിച്ചിട്ട് മഹാത്മ്യം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെയിൻ്റ് അടിക്കുന്ന ജോലിയല്ല സുധാകരൻ ചെയ്തിരുന്നത്. സുധാകരൻ ചെയ്തിട്ടുള്ളത് നല്ല സമീപനങ്ങളാണ്. വിമർശനം വളരെ റിഫൈൻഡായിട്ടുള്ള വിമർശനങ്ങളാണ്. എന്താ പറഞ്ഞത്? ചെറ്റ എന്ന് വിളിച്ചു അദ്ദേഹത്തെ. ചെറ്റത്തരം കാണിച്ചു എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. ഇപ്പോഴത്തെ എന്ത് പറഞ്ഞു സുധാകരൻ? മുഖ്യമന്ത്രി എന്നെ ചെറ്റ എന്ന് വിളിക്കുന്നത് ഞാൻ അഭിമാനിക്കുന്നു. ചെറ്റ എന്ന പദം മലയാളത്തിൽ നിന്നും ഓർക്കും. എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗമായിരുന്ന പാവപ്പെട്ട സമുദായക്കാർ, അവർ താമസിച്ച കുടിലുകൾ, അവയാണ് ചെറ്റക്കുടിലെന്ന് വിളിക്കുന്നത്. ഞാൻ ആ സംസ്കാരത്തെയാണ് ബഹുമാനിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെയാണ് ഈ രണ്ട് സമീപന രീതികളിലെ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. എന്താണ് ഈ നാട്ടിൽ ഇവിടെ പറഞ്ഞു, ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ ബാക്കി പത്രം എന്താണ്? അതിന് മുമ്പത്തെ സ്ഥിതി എന്തായിരുന്നു? അസലൊരു രാജ്യമായിരുന്നു രാജ്യം. സമാധാനപരമായി എല്ലാവരും മതസൗഹാർദ്ദത്തിൻ്റെ, ഇന്ത്യയുടെ പല ഭാഗത്തും സാമുദായിക സൗഹാർദ്ദങ്ങൾ തകരുന്ന വിധത്തിൽ കാര്യങ്ങൾ നടന്ന സമയത്ത് മതേതരത്വത്തിൻ്റെ ആശാദീപവുമായി നടന്നവരാണ് കേരളീയർ. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം മാറ്റി കൊണ്ടുവന്ന് നന്മയുടെ പാതയിൽ അണിനിരന്നു. അത്രയ്ക്ക് മതസൗഹാർദ്ദം ജ്വലിച്ചു നിന്ന രാജ്യത്ത് ഏതാനും വോട്ടിന് വേണ്ടി സമുദായങ്ങളെ തമ്മിൽ അടുപ്പിച്ച്, വ്യക്തികളെ തമ്മിൽ അടുപ്പിച്ച് RS പോലുള്ള സംഘടനകളുമായി അവിശുദ്ധ ബന്ധമുണ്ടാക്കി ഈ നാടിൻ്റെ സാമുദായിക സൗഹാർദ്ദം തകർത്തുവെന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. ആ ദ്രോഹത്തിന് പ്രതികാരം ചെയ്യാനുള്ള സുവർണ സന്ദർഭമായി ഈ കാലഘട്ടത്തെ മാറ്റുക എന്നതാണ് ധിഷണാശാലികളായ, എക്കാലത്തും ധിഷണാശാലികളിൽ നിന്നിട്ടുള്ള ഈ ബേപ്പൂരിലെ ജനാവലിക്ക് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമ്മളെപ്പോലെ ചിന്തിച്ചിട്ടും വേദനിച്ചിട്ടും അതിൽ കഴിയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ആലോചിക്കാം. ഒരുപാട് ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, സച്ചിദാനന്ദനാകട്ടെ, അതുപോലുള്ള കവികളും ചിന്തകന്മാരും എഴുത്തുകാരും ഒക്കെ ആകട്ടെ, അവരെല്ലാം ഒന്നിന് പിറകെ ഒന്നായി ഇടതുപക്ഷവുമായി യാത്ര പറയുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ അവരെ ഐഡിയോളജിക്കലാണ്. എന്താണ് പറയുന്നത്? അവർ പറയുന്നത് ഒരു ഐഡിയോളജി എന്ന നിലയിൽ ഇവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസ്റ്റ് അവർ തകർത്തു. അവരുടെ ചലനത്തെ ഞങ്ങൾ വേദനിക്കുന്നു. മലയാളക്കരയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന അവരെല്ലാം പറഞ്ഞൊരു കാര്യം, ഈ നാട്ടിൽ വളർന്നു വരുന്ന അപകടകരമായ വർഗീയത, ആ വർഗീയതയുടെ കൂടെ അവർ നിൽക്കുന്നുവെന്ന ദുഃഖഭാരം മലയാളിയുമായിട്ട് പങ്കിട്ടെടുക്കുകയായിരുന്നു ആ എഴുത്തുകാർ ചെയ്തിട്ടുള്ളത്. ആ വിധത്തിലെല്ലാം തന്നെ ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അത് തിരിച്ചു കൊണ്ടുവരണം. കേരളത്തിൻ്റെ നഷ്ടപ്രതാപമായിട്ടുള്ള മതേതരത്വം തിരിച്ചു കൊണ്ടുവരാൻ പ്രതിജ്ഞയെടുത്തവരാണ് UDF. അതിൽ പ്രാതിനിധ്യത്തോടു കൂടിയാണ് ഇവിടെ മത്സരിക്കുന്നത്. നമ്മുടെ പവിത്രമായ ദൗത്യമാണ്. തിരഞ്ഞെടുപ്പ് വരികയും പോവുകയും ചെയ്യും. പക്ഷെ നാടിൻ്റെ നന്മ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന നിരവധി കാര്യങ്ങൾ, ഞാൻ അതിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഗവൺമെൻറ്റിൻ്റെ മറ്റ് കാര്യങ്ങളെ പറ്റിയോ ഒന്നും ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? നമ്മുടെ കുട്ടികളാണ്, അവരുടെ വിദ്യാഭ്യാസമാണ്, അവരുടെ നിലനിൽപ്പാണ്. ഇവിടെ എന്ത് നടക്കുന്നു? ഇന്ത്യയിൽ, നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യയിൽ ഈ മദ്യവും മയക്കുമരുന്നും അതുപോലുള്ള സംഗതികളും വിറ്റഴിക്കുന്ന ഏറ്റവും കുപ്രസിദ്ധമായ നാടായിട്ട് കേരളം മാറുകയാണ്. ഓരോ ഭാരതീയനും ദുഃഖിക്കേണ്ട സംഗതിയാണ്. ഈ നാടിനെ മദ്യത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം. ആരാണ് ഉത്തരവാദി? നിങ്ങൾക്ക് അറിയാതിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഇന്ത്യയിൽ മറ്റാളുകൾ വഴിക്ക് ഇടുന്നത്. നമ്മുടെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ അധികാരം ഉണ്ടായിരുന്നു. എന്താ അധികാരം? എൻ്റെ പഞ്ചായത്തിൽ ഒരു മദ്യഷാപ്പ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടുള്ള അധികാരം ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനായി. അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് വേണ്ടത് അബ്കാരികളുടെ സഹായമായിരുന്നു. ഞങ്ങളെ മുഖത്തോക്കി ഭീഷണിപ്പെടുത്തി, ഞങ്ങൾ ശരിയാക്കും. ആലോചിച്ച് ശരിയാക്കും. അബ്കാരി കോൺട്രാക്ടർമാരുടെ താല്പര്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യങ്ങൾ അപകടപ്പെടുത്തി. എല്ലായിടത്തും മദ്യഷാപ്പുകളാണ്.
അതിൻ്റെ സ്ഥിതിവിവരക്കണക്കൊന്നും പറഞ്ഞാൽ നേരിട്ട് വായിച്ചാൽ തന്നെ ആ ലിസ്റ്റ് തീരില്ല. എവിടെ വേണമെങ്കിലും മദ്യം വിളമ്പാം. ആ ഒരു സ്വഭാവത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോയി. ഈ നാട് ലക്ഷ്യമിട്ടത് കുറച്ച് റവന്യൂ വരുമാനം വേണം. ആ റവന്യൂ വരുമാനത്തിന് വേണ്ടി ഈ നാടിനെ തകർക്കണം. അതിനുവേണ്ടി ഇവരുടെ സമ്പത്ത് കിട്ടാൻ വേണ്ടി, അബ്കാരികളുടെ സമ്പത്ത് കിട്ടാൻ വേണ്ടി അവിശുദ്ധമായ പണത്തിന് കൂലി കൊടുക്കുകയാണ് ഇടതുപക്ഷ മുന്നണി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹോട്ടൽ എവിടെയായിരുന്നാലും അവർക്ക് വിരോധമില്ല, പള്ളിയുടെ മുമ്പിലായാലും വിരോധമില്ല, അമ്പലത്തിന് മുമ്പിലാണെങ്കിലും വിരോധമില്ല, സ്കൂളിന് മുമ്പിലാണെങ്കിലും വിരോധമില്ല. മദ്യമൊഴുക്കുന്ന ഒരു സംസ്ഥാനമായി, മദ്യത്തിന് ഇത്രയും ലൈസൻസ് കൊടുക്കുന്ന സംസ്ഥാനമായി, അവരുടെ കാലത്ത് രാജ്യത്തിൻ്റെ നന്മ അടിയറവയ്ക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റിയ മഹാപാപികളാണ് ഇടതുപക്ഷ മുന്നണി. അതിനെതിരായി ശക്തമായി പ്രതികരിക്കാനുള്ള കാലഘട്ടത്തിൻ്റെ കടമയാണ് നമ്മളിവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഏറ്റവും നല്ല പ്രവർത്തന പാരമ്പര്യമുള്ളവരാണ് നിങ്ങൾ. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി പോകുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ സന്തോഷമുള്ള കാര്യമാണ്. കൂടുതൽ ശക്തമായി പ്രവർത്തിച്ച് ഉജ്ജ്വലമായൊരു ഭൂരിപക്ഷത്തോടുകൂടി, റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി അൻവർ അവരെ വിജയിപ്പിക്കുക എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ടതിന് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.